എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് നടൻ അപ്പാനി ശരത് രംഗത്ത്. കലാസൃഷ്ടിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, എന്നാൽ അതിൻ്റെ മേൽ കത്രിക വയ്ക്കുവാനുള്ള അവകാശം ആർക്കുമില്ല എന്നും അപ്പാനി ശരത് പറഞ്ഞു. 46 വർഷങ്ങൾ കൊണ്ട് മലയാളത്തിൻ്റെ മനസ്സുകളിൽ ജാതിമത വർണ്ണവർഗ ലിംഗഭേദമില്ലാതെ സ്ഥാനമുറപ്പിച്ച വ്യക്തിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിനൊപ്പം മലയാളികൾ എപ്പോഴും ഉണ്ടാകുമെന്നും അപ്പാനി ശരത് ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തലയിൽ പൂടയുണ്ടോ എന്ന് സംശയമുള്ളവനാണ് കള്ള എന്ന വിളി കേൾക്കുമ്പോൾ കൊള്ളുന്നത്. ഐ റിപ്പീറ്റ്, കൊള്ളുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊല്ലുന്നത് എന്നല്ല. ഒരു മുള്ളുകൊണ്ടാൽ റോസാച്ചെടി മുഴുവൻ അരിഞ്ഞുകളയണം എന്ന് വാദിക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും കോടതിയിലും ഭരണഘടനയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും വാദിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്തതെല്ലാം ചരിത്ര വസ്തുതകളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബാലിയുടെ കഥ പറയുമ്പോൾ രാമൻ ജനിച്ചതു മുതൽ വിവരിക്കാത്തത് എന്തേന്ന് നിങ്ങൾ പറയുന്നത് ചെയ്ത തെറ്റ് മറച്ചുപിടിക്കാനുള്ള അടവായി മാത്രമേ തോന്നുകയുള്ളൂ എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവർക്കും അമ്പുകൊണ്ട് ഒരു കലാസൃഷ്ടിയിൽ നിങ്ങൾക്ക് മാത്രം നൊന്തുവെങ്കിൽ അത് നിങ്ങൾ തെറ്റു ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. മായ്ച്ചു കളയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചരിത്രം പുതുതലമുറയിലേക്ക് എത്തരുത് എന്ന് തന്നെയാണ് ഉദ്ദേശം. വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷേ കത്രിക വയ്ക്കുവാനും കത്തിവയ്ക്കാനും ഇല്ല തന്നെ. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വാളോങ്ങുന്നത് രാജാവിനെയാണ്. 46 വർഷങ്ങൾ കൊണ്ട് മലയാളത്തിൻ്റെ മനസ്സുകളിൽ ജാതിമത വർണ്ണവർഗ ലിംഗഭേദമില്ലാതെ തൻ്റെ സിംഹാസനമുറപ്പിച്ച മഹാരാജാവിനെ, അഭിനയത്തിൻ്റെ ചെങ്കോലേന്തുന്ന സാമ്രാട്ടിനെതിരെ മലയാളികൾ സ്നേഹം കൊണ്ട് കിരീടം ചാർത്തിക്കൊടുത്ത ഒരേയൊരു രാജാവിനെ കുറിച്ചു വെച്ചോളൂ. ഈ ജനതയുണ്ടാകും അദ്ദേഹത്തിൻ്റെ പിന്നിൽ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പടയെടുത്തത് അത് നിങ്ങളുടെ കഴുത്തിലെ കുരുക്കുകളാവുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ എതിർപ്പും സൈബർ ആക്രമണവും ഉണ്ടായതിനെ തുടർന്ന് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായതായി മോഹൻലാലും അണിയറ പ്രവർത്തകരും അറിയിച്ചിരുന്നു. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച കുറിപ്പ് സംവിധായകൻ പൃഥ്വിരാജ്, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവർ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.